ജസാക്കല്ലാഹു ഖൈറൻ കസീറ എന്ന് പറയാൻ പാടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അറബി ഭാഷയുടെ പ്രത്യേകത, ഉപചാരവാക്കുകൾ ധാരാളം ആ ഭാഷയിലുണ്ട് എന്നാണ്. അറബി ഭാഷയിൽ അങ്ങനെ ഉപചാരവാക്കുകൾ വരാനുള്ള കാരണം ഖുർആനിലും ഹദീസിലും അത്തരത്തിലുള്ള ഒരു അദബ് പഠിപ്പിക്കുന്നുകൊണ്ടാണ്. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് നന്മ പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുനിഅ ഇലൈഹി മഅറൂഫൻ ഫഖാൽ ലിസാനിഇഹി, ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉപകാരം ആരാണോ ചെയ്തു തന്നത് അയാളോട് ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹ് നിങ്ങൾക്ക് ഇതിന് ഖൈർ നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഫഖദ് അബ്ലഗ മിനസ്സന, അയാൾ നല്ല രൂപത്തിലാണ് അതിന് മറുപടി കൊടുത്തത്, പ്രതികരിച്ചത് എന്നാണ്. അതിന് സമാനമായി മറ്റും ചില ഹദീസിൽ കാണുവാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചാൽ അങ്ങനെ കൊടുക്കണം. സലാം പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും വൈദാ ഹയ്യീതും ബി തഹിയ്യ, നിങ്ങളോട് സലാം പറഞ്ഞാൽ ഹയ്യോ, അതിനേക്കാൾ നല്ലതോ അല്ലെങ്കിൽ സമാനമായിട്ടെങ്കിലോ സലാം പറയണം എന്ന് പറഞ്ഞു. ഇവിടെ ഹദീസിൻ്റെ ഭാഷയിൽ ജസാക്കല്ലാഹു ഖൈറ എന്നാണ് പറയേണ്ടത്. ഇനി ഒരാൾ ഇപ്പോൾ താല്പര്യം കൊണ്ടും ഇഷ്ടം കൊണ്ടും എനിക്ക് 1000 വട്ടം സമ്മതമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ ഒരാൾ ഖൈറൻ കസീറ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു റിവായത്തിൽ, ഹദീസിൻ്റെ റിവായത്തിൽപ്പെട്ടതല്ല. പറയേണ്ടത് ജസാക്കല്ലാഹു ഖൈറ എന്നാണ്. എന്നാൽ ഒരാൾ സന്തോഷം കൊണ്ടോ താല്പര്യം കൊണ്ടോ കൂടുതലായി അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ കാര്യമൊന്നുമല്ല, ഒരു പ്രാർത്ഥനയാണല്ലോ ഏതായിരുന്നാലും അത്.